ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും എന്ത് പറയുന്നു കൂട്ടുകാരെ? പിന്നെ ഞാനൊരു സിമ്പിൾ ഒരു ചിക്കൻ കറി, എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഓരോ ബ്ലോഗ് ഇടുന്നതേ ഉള്ളൂ. ചിക്കൻ കറി ഓക്കെ, ഇച്ചിരി ചാറോടുകൂടി. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ഒന്ന് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. അയ്യോ, കണ്ണ് തീർന്നേ. ഉള്ളി ഭയങ്കര കണ്ണ് നീറ്റലായിപ്പോയി. അപ്പൊ നമുക്ക് കുറച്ച് തക്കോല ഇടാം, പട്ട ഇടാം, ഗ്രാമ്പു. അപ്പൊ ഇത് ഇത്ര ഇട്ട് 2 ഏലക്കായ ഇടാം. എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒന്നും വെക്കാൻ സ്ഥലമില്ല, എല്ലാം മണ്ടയ്ക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ചൂടാക്കട്ടെ. ചൂടായി കഴിയുമ്പോൾ നമ്മൾ പഴയതുപോലെ നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് മൂപ്പിക്കാം. ഓക്കെ, 1 കിലോ ചിക്കനാണ്, 1.5 കിലോ ചിക്കനോ. അപ്പോൾ ഒരു 5 സവാള ഞാൻ ഇട്ടിട്ടുണ്ട്. 5 സവാള ഇതൊന്ന് പറയാം. കൂട്ടുകാരെ എന്താ പറയുന്നു? എല്ലാവരും കർക്കിടക മാസമായി. കർക്കിടക മാസത്തിൽ ഇന്ന് എൻ്റെ കർക്കിടക മാസത്തിലാണ് ബർത്ത്ഡേ വരുന്നത്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി. എന്നാ പറയുന്നു എല്ലാവർക്കും സുഖം തന്നെ? എല്ലാ കൂട്ടുകാരും എന്ത് പറയുന്നു? സുഖം തന്നെ? എല്ലാവരും എൻ്റെ ബ്ലോഗ് കാണാറുണ്ടോ? എന്ത് പറയുന്നു എല്ലാവരും കൂട്ടുകാർ? വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മഴയൊക്കെ ഇന്നും മഴയുടെ ലക്ഷണമായിരുന്നു. ഇന്നലെ മൊത്തം മഴയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങള്. അപ്പൊ ഇതൊന്നും മൊരിയട്ടെ. അപ്പൊ ഇതിന്റെ ഉള്ളി നല്ലപോലെ മൂത്തേ. ഇനിയിപ്പൊ ഞാൻ ഈ ഉള്ളി മൂക്കുമ്പോഴാണ് ഞാൻ ഇച്ചിരി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാൻ ഈ ഉള്ളി കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേ ഞാനിത് ചേർക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കും ഇഞ്ചി. നമ്മൾ ആദ്യം ഇഞ്ചി ചേർക്കല്ലേ, ഉള്ളി നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞ ഇഞ്ചി ഇതിൽ ചേർക്കാവും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തിരി കരിവേപ്പിലയൊന്നും ഇല്ല, പിന്നെ ഇത്തിരി തക്കാളി. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇത്തിരി മഞ്ഞപ്പൊടി ഇവിടെ ഇട്ടൊന്ന് വഴട്ടെ. പിന്നെ അതിന് മുമ്പ് ഞാൻ ഒരു 1.5 കിലോളം ചിക്കൻ ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഇത്തിരി തൈര്, ഇത്തിരി ഉപ്പ്, ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ പരട്ടിയിരിക്കുകയാണേ. കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാവേ. ഒരു 1 ടേബിൾ സ്പൂണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ അളവ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കണക്ക് പറഞ്ഞു. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയോ വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, അതേ ചേർക്കുന്നുള്ളൂ. അപ്പം അത് നല്ലോണം ഇടണം. പിന്നെ ഞാൻ ഇച്ചിരി ഇത് ചേർക്കും, എന്തുവാ, പെരുംജീരകത്തിൻ്റെ പൊടി. പണ്ടൊക്കെ പെരുംജീരകമല്ലേ അരച്ചോണ്ടിരുന്നത്. പെരുംജീരകം മസാലക്കൂട്ടും എല്ലാം കൂടെ അരയ്ക്കുന്നത്. വേറെ മസാല ഒന്നും ചേർക്കത്തില്ല. പണ്ട് ചിക്കൻ വളരെ അപൂർവമായിട്ടായിരിക്കും വെക്കുന്നത്, അത് നല്ല നാടൻ കോഴിയുടെ. പിന്നെ ഇച്ചിരി നമുക്ക്
ചിക്കൻ മസാല ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല. അത് ഇത് നല്ലപോലെ ഒന്ന് വരണ്ട് നല്ലപോലെ ഒന്ന് വരളട്ടെ. അപ്പോൾ അതത്രയായി. അപ്പം അത് നല്ലപോലെ മൂത്തേ. നമുക്ക് ഇനി ഇച്ചിരി ഇത് ചേർക്കാം. നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ടിടാം. നല്ലപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇച്ചിരി കുരുമുളക് ചേർക്കാം. കുരുമുളക് അപ്പോൾ എൻ്റെ ചിക്കൻ ഒന്ന് വരണ്ടേ. ഇനി നമുക്ക് നല്ലപോലെ ഞാൻ കുറേ നേരം ഇട്ട് വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. കുറച്ച് നന്നായിട്ട് വേവണം. എനിക്ക് ചാറായിട്ട് വേണം. കുറച്ച് ചാറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കിടന്നൊന്ന് വേവട്ടെ. ഓക്കെ. കുറച്ച് ധനിയാപ്പത്തയും കൂടെ ഇടാവേ. നന്നായിട്ട് ഉപ്പുണ്ടോ നോക്കട്ടെ. സ്വല്പം കൂടെ അപ്പോൾ എൻ്റെ ചിക്കൻ ഏകദേശം റെഡിയായി. ഇതാ കണ്ടില്ലേ, എല്ലാം റെഡിയായി വെന്ത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ, വെന്തിട്ടുണ്ട് നല്ലോണം വെന്ത്. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ചാറ കപ്പയും ഇതും കൂടെ കഴിക്കാമെന്ന് വെച്ചാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും എൻ്റെ ചിക്കൻ കറിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.